ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് കുറച്ച് കറുത്ത മുന്തിരിങ്ങയും ഈന്തപ്പഴമാണ്. അതിൻ്റെ കുറേ ബെനിഫിറ്റ്സും കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാമേ. ഇത് കുറച്ച് ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്തതാണ്. ഡേറ്റ്സും കറുത്ത മുന്തിരി ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഇത്തിരി വില കൂടുതലാണെങ്കിലും ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. അപ്പം ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ഉണക്കമുന്തിരിയൊക്കെ ഇതിനകത്ത് ഒരുപാട് ഇരുമ്പും പൊട്ടാസ്യം ആൻറ്റി ഓക്സിഡൻ്റൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഈന്തപ്പഴത്തിനകത്ത് ഒരുപാട് നാരുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പൊട്ടാസ്യം, മഗ്നീഷ്യം, പിന്നെ പ്രകൃതിദത്തമായ പഞ്ചസാരയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊരു 10-12 ഉണക്കമുന്തിരി എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം നമ്മൾ. ഇത് മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കാൻ നേരം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിടുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി, മറന്നു കൊണ്ട് നല്ല തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ആ വാഷ് ചെയ്ത് ഉണക്കമുന്തിരി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് 3 ഈന്തപ്പഴം കൂടി ഡേറ്റ്സും കൂടി ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചെറിയ പീസൊക്കെ ആയിട്ട് ഇടണം. അപ്പം പെട്ടെന്ന് നമുക്ക് അത് കുതിർന്ന് കിട്ടും. ഞാനിതൊരു 6 മണിയായപ്പോൾ ഇട്ടിട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തെ എടുത്തത്. ഇത് മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് വെള്ളത്തിലിടുന്ന ചൂടുവെള്ളത്തിൽ ഇടേണ്ട കാര്യമില്ല. ഇത് ലേറ്റ് ആയതുകൊണ്ടാണ് ഞാനിത് ചൂടുവെള്ളത്തിൽ ഇട്ടത്. ഇത് ഒരുപാട് ഗുണങ്ങളുള്ള, ഇപ്പം ബ്ലഡ് ഒക്കെ കുറവുള്ളവർക്ക് നല്ലതെന്നും പറയുന്നില്ല. ഒരു ബാലൻസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് ശരീരത്തിനൊരു ഊർജ്ജം കിട്ടാനും ഒക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ ഇത് ഷുഗർ ഉള്ളവരൊന്നും ഒരു കാരണവശാലും ഉപയോഗിക്കില്ല. പിന്നെ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കലോറിയും പഞ്ചസാരയൊക്കെ വളരെയധികം കൂടാൻ ചാൻസ് ഉണ്ട്. അധികമായാൽ അമൃതും വിഷമെന്ന് പറയുന്നത് എല്ലാം ഒരു ലിമിറ്റിന് പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ആ സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അതങ്ങ് മിക്സ് ആകും. എന്നിട്ട് അടച്ച് വെക്കുക. ഇത് മെയിനായിട്ട് രാത്രിയിൽ നമ്മൾ വെള്ളത്തിൽ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനങ്ങ് മറന്നു പോയത് കൊണ്ടാണ് ഇതിങ്ങനെ ഇട്ടത്. ഏറ്റവും ഗുണമുള്ള ഇപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്ക് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ ഈ ഒരു വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചിട്ട് ആ വെള്ളം ചേർത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഏറ്റവും ഗുണമുള്ള സാധനം. ആ ഒരു ബ്ലഡിൻ്റെ ആ ഒരു ലെവലൊക്കെ മാനേജ് ചെയ്യാനൊക്കെ ഏറ്റവും ബെറ്ററാണ്. പിന്നെ തലമുടിക്ക് നല്ലതാണ്, മുഖത്തിന് നല്ലതാണ്. ഇതിനകത്തൊക്കെ ഇതൊരു നാടൻ ടിപ്പെന്ന് വേണമെങ്കിൽ പറയാം, വീട്ടുവൈദ്യം. ഇതൊന്നും സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് അല്ല. ഇത് ഗുണമുള്ളതൊക്കെ തന്നെയാണ്. ഇത് കഴിച്ചാൽ ദോഷമൊന്നുമില്ല. ഷുഗറൊക്കെ ഉള്ളവർ ഉപയോഗിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് ഏറ്റവും നല്ല ഉണക്കമുന്തിരിങ്ങയാണെങ്കിലും നല്ലതാണ്, ഈന്തപ്പഴമാണെങ്കിലും നല്ലതാണ്. കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്നതും വലിയവർക്കാണെങ്കിലും ഷുഗർ ഉണ്ടോ അവർ കഴിക്കാൻ പാടില്ല. അല്ലാതെ എല്ലാവർക്കും കഴിക്കാവുന്ന ഏറ്റവും നല്ല സാധനമാണ്. ഇത് നന്നായിട്ട് ഇത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 6 മണിക്കിട്ട് ഒരു 11 മണിയായപ്പോഴത്തേക്ക് ഇത് മെയിനായിട്ട് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നല്ല. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഡ്രൈ നട്ട്സും ഒക്കെ കഴിക്കാം. രാത്രിയിൽ ഒരു 3 ബദാമൊക്കെ വെള്ളത്തിലിട്ടിട്ട് പച്ചവെള്ളത്തിലിട്ടാൽ മതി. രാവിലെ വാഷ് ചെയ്താൽ തൊലിയോടുകൂടി കഴിക്കുന്നതും നല്ലതാണ്. പ്രോട്ടീനൊക്കെ അടങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്, ഗുണം ഉണ്ടാകുന്നതാണ്. ഇത് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം. പിന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്ന് പറയും. ഹൈപ്പ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈ പോയിൻ്റ് ആകും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.